16ാം നിയമസഭയുടെ സ്പീക്കറും അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവും അതേപോലെ തന്നെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ശക്തനായ ആഭ്യന്തരമന്ത്രി എന്ന പേരും പെരുമയുമുള്ള നേതാവാണ് കോട്ടയത്തിൻ്റെ പ്രിയങ്കരനായ എം.എൽ.എ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം നിയോജക മണ്ഡലത്തിൽ നിന്ന് 4ാം വട്ടവും തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ തുടർച്ചയായ 8 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്ന റെക്കോർഡും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 1991 മുതൽ 2011 വരെയുള്ള 20 വർഷക്കാലം അദ്ദേഹം നിയമസഭയിൽ പ്രതിനിധീകരിച്ചത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ നിയോജക മണ്ഡലത്തെയായിരുന്നു. പിന്നീട് 2011 2016 21 26 4 വട്ടം കോട്ടയത്തു നിന്നും വിജയിച്ചു കയറി. 2009 മണ്ഡല പുനർനിർണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടൂർ മണ്ഡലം ഒരു സംവരണ മണ്ഡലമായപ്പോഴാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വന്തം തട്ടകമായ കോട്ടയത്തേക്ക് മടങ്ങിയെത്തിയത്. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് അന്നത്തെ സിറ്റിംഗ് എം.എൽ.എ. ആയിരുന്ന മുൻ മന്ത്രിയായിട്ടുള്ള വി.എൻ. വാസവനെ തിരുവഞ്ചൂർ കോട്ടയത്ത് പരാജയപ്പെടുത്തിയത്. പിന്നീട് ഇങ്ങോട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കോട്ടയത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. തൻ്റെ ജനകീയമായിട്ടുള്ള ഇടപെടലും പ്രവർത്തന ശൈലിയും കൊണ്ട് മാത്രമല്ല നിയമസഭയിലേക്ക് തുടർച്ചയായി വിജയിച്ചു കയറുവാൻ തിരുവഞ്ചൂരിന് സാധിച്ചിട്ടുള്ളത്. താൻ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വികസന കുതിപ്പൊരുക്കുവാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ വിജയങ്ങളുടെ മറ്റൊരു സീക്രട്ട് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെങ്കിലും കോട്ടയം നിയോജക മണ്ഡലത്തിൽ 2011 അദ്ദേഹം ആദ്യമായി എം.എൽ.എ. ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇടം പിടിക്കുവാനും തിരുവഞ്ചൂരിന് സാധിച്ചിരുന്നു. സ്വപ്ന സമാനമായിട്ടുള്ള വികസനമാണ് ആദ്യ 5 വർഷങ്ങളിൽ എം.എൽ.എ. എന്ന നിലയിൽ കോട്ടയത്തിന് തിരുവഞ്ചൂർ സമ്മാനിച്ചത്. അനവധി ബൈപ്പാസ് റോഡുകളും മേൽപ്പാലങ്ങളുടെയും നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന എം.എൽ.എ. കോട്ടയത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെടുത്തത്. എന്നാൽ തിരുവഞ്ചൂരിൻ്റെ ഈ പ്രവർത്തന രീതിയോട് CPM-ന് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തിരുവഞ്ചൂർ അടൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യമായി മത്സരിക്കാനെത്തുമ്പോൾ അത് CPM-നും ഇടതുമുന്നണിക്കും കൃത്യമായ ആധിപത്യമുള്ള ഒരു നിയോജക മണ്ഡലമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് തൻ്റെ പ്രവർത്തന മികവ് കൊണ്ടാണ് അടൂരിനെ ഒരു കോൺഗ്രസ് കുത്തകയാക്കി 20 വർഷക്കാലം തിരുവഞ്ചൂർ നിലനിർത്തിയത്. സമാനമായ ഒരു അനുഭവം തന്നെയാണ് ഇപ്പോഴും കോട്ടയത്തുണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഈ പ്രവർത്തന ശൈലി കോട്ടയം എന്ന നിയോജക മണ്ഡലം തങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുത്തുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ CPM 2016 പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആദ്യ സർക്കാർ രൂപീകൃതമായതു മുതൽ 2026 അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതുവരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ജനനേതാവിനോടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോടുമുള്ള എതിർപ്പ് മൂലം കോട്ടയത്തെ പാടെ അവഗണിക്കുന്നതിന് കാരണമായി. വികസനത്തിൽ ഇടതുപക്ഷം എങ്ങനെ രാഷ്ട്രീയം കലർത്തി എന്നതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് കഴിഞ്ഞ 10 വർഷക്കാലങ്ങളിൽ കോട്ടയം നിയോജക മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വികസന മുരടിപ്പ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. തിരുവഞ്ചൂർ ആവിഷ്കരിച്ച് ആരംഭിച്ചു വെച്ച അനവധി പദ്ധതികളോടാണ് കഴിഞ്ഞ 10 വർഷക്കാലവും ഇടതുമുന്നണിയും CPM-ഉം പിണറായി സർക്കാരുകളും പുറംതിരിഞ്ഞു നിന്നിട്ടുള്ളത്. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കോട്ടയം നഗരഹൃദയത്തിൽ ഇന്നൊരു അസ്ഥികൂടം പോലെ ഉയർന്നു നിൽക്കുന്ന സ്കൈവാക്ക് പദ്ധതിയുടെ ശിഷ്ട അവശിഷ്ടങ്ങൾ. ഏതൊക്കെയാണെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന നേതാവ് കോട്ടയം നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ വേണ്ടി ആവിഷ്കരിച്ചൊരു പദ്ധതിയായിരുന്നു സ്കൈവാക്ക് എന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഇത്തരമൊരു പദ്ധതി ആദ്യമായി ആവിഷ്കരിച്ചതും നിർമ്മാണം ആരംഭിച്ചതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഭാവനാശക്തിയിൽ കോട്ടയത്തെ ഈ പദ്ധതിയായിരുന്നു. എന്നാൽ അതിനുശേഷം ഇത്തരത്തിൽ ഇതിനെ അനുകരിച്ചുകൊണ്ട് കൊല്ലത്തും തൃശ്ശൂരിലുമെല്ലാം സ്കൈവാക്ക് പദ്ധതികൾ ആരംഭിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുമ്പോഴും കോട്ടയത്തെ സ്കൈവാക്ക് പദ്ധതിക്ക് ഒരു ശാപമോക്ഷം ഉണ്ടായിട്ടില്ല. കാരണം കോട്ടയത്തെ സ്കൈവാക്ക് പൂർത്തിയാകാതെ അവിടെ തന്നെ ഒരു അസ്ഥികൂടം എന്ന നിലയിൽ നിലനിർത്തിക്കൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പടവല പന്തൽ എന്നാക്ഷേപിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനാണ് കഴിഞ്ഞ 10 വർഷക്കാലവും CPM ശ്രമിച്ചത്. ഇതിനു മുൻകൈയെടുത്തത് വി.എൻ. വാസവനായിരുന്നു. ഇതിന് ഏറ്റവും അധികം പ്രചാരം നൽകിയതും തിരുവഞ്ചൂരിനെ അധിക്ഷേപിക്കുവാനായി ഈ പദ്ധതിയെ ഉയർത്തിക്കാട്ടിയതും ഇതിനു പിന്നിൽ സമരപ്രഹസനങ്ങൾ നടത്തിയതും തിരുവഞ്ചൂരിനോട് 2021 2026 ദയനീയമായി പരാജയപ്പെട്ട CPM-ൻ്റെ വക്താവ് കൂടിയായിട്ടുള്ള സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് അനിൽകുമാറുമായിരുന്നു. എന്നാൽ ഈ പ്രചാരണങ്ങളെയും ഇതിലെ രാഷ്ട്രീയ പൊള്ളത്തരങ്ങളെയും തിരിച്ചറിഞ്ഞ ജനങ്ങൾ അനിൽകുമാറിനെ ദയനീയമായി പരാജയപ്പെടുത്തുകയും തിരുവഞ്ചൂരിനെ തുടർച്ചയായി വിജയിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വി.എൻ. വാസവൻ എന്ന നേതാവ് നിയമസഭയിൽ 5 വർഷക്കാലത്തെ തൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ദയനീയമായി പരാജയപ്പെടുന്നതിനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സാക്ഷിയായി.
ഏതൊക്കെയാണെങ്കിലും തന്നെ ഏറ്റവും അധികം അധിക്ഷേപിക്കുവാൻ CPMകാർ ഉപയോഗിച്ച സ്കൈവാക്ക് പദ്ധതി പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഒരു മധുര പ്രതികാരം നടത്തിയിരിക്കുകയാണ്. UDF സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ തൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെയാണ് കോട്ടയത്തെ സ്കൈവാക്ക് പദ്ധതി എത്രയും പെട്ടെന്ന് നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളവും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ അഭിമാനം നൽകുന്ന ഒരു പ്രഖ്യാപനമായി മാറുകയാണ്. കാരണം കോട്ടയം നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ കഴിയുമായിരുന്ന ഈ പദ്ധതി 10 വർഷക്കാലം CPM സർക്കാരുകൾ മുഖം തിരിച്ചു നിന്നതിനാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പൊതുഖജനാവിനുണ്ടായത്. ഈ കാലയളവിലെല്ലാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോടടക്കം ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. UDF അധികാരത്തിൽ തിരിച്ചെത്തുന്നതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇത് ജനങ്ങൾക്ക് സമ്മാനിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാഗ്ദാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുവാൻ പോകുന്നത്. തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം എന്നും ജനങ്ങളോട് അടുത്തു നിൽക്കുന്ന ഒരു നേതാവാണ്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും വികസനം അവതരിപ്പിച്ചുകൊണ്ടുമാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ഈ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഷ്ട്രീയ എതിരാളികൾ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ച് തുടർച്ചയായി വിജയിച്ചു കയറുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. കോട്ടയം നഗരത്തെ സംബന്ധിച്ചിടത്തോളം സ്കൈവാക്ക് പദ്ധതി എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുമ്പോൾ നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും എന്നതിലും തർക്കമില്ല. അതുപോലെ തന്നെ നഗരഹൃദയത്തിലെ ഗതാഗതക്കുരുക്കിനും ഈ സ്കൈവാക്ക് പദ്ധതിയിലൂടെ ഒരു പരിഹാരമുണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ബാലിശമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്വന്തം MLA ഫണ്ടിൽ നിന്ന് തിരുവഞ്ചൂർ അനുവദിച്ച തുക പോലും ഈ പദ്ധതിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ CPM അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ജനാധിപത്യത്തോടും ജനപ്രതിനിധിയോടുമുള്ള ഈ വെല്ലുവിളികൾ, CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ വെല്ലുവിളികൾ കൃത്യമായി ജനങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു എന്ന് തന്നെയാണ് കോട്ടയം ജില്ലയിലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. കോട്ടയം നിയോജക മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റെക്കോർഡ് വിജയം നേടി എന്നത് മാത്രമല്ല, കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 വിജയിക്കുവാൻ ഇത്തവണ UDFനും കോൺഗ്രസിനും കേരള കോൺഗ്രസിനും അതുപോലെ തന്നെ മാണി സി കാപ്പൻ്റെ KDPക്കും ചേർന്ന് സാധിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ CPMൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരത്തെ തമസ്കരിക്കുവാൻ കോട്ടയം ജില്ലയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും തീരുമാനമെടുക്കുമ്പോൾ ഇത് ആത്യന്തികമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന നേതാവിൻ്റെ ഒരു മധുര പ്രതികാരമായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലത്തിലെ കോട്ടയം നഗരത്തിന് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെയുണ്ടായിട്ടുള്ള എല്ലാ വികസന മുരടിപ്പുകളും അവസാനിപ്പിച്ചുകൊണ്ട് ഒരു 25 വർഷം മുന്നിൽ കണ്ടുള്ള വികസന സാധ്യതകളാണ് തിരുവഞ്ചൂരിൻ്റെ സ്പീക്കർ പദവിയിലേക്കുള്ള കടന്നുവരവ് കൊണ്ട് ലഭിക്കുന്നത്. അതായത് അധികാരത്തിലെത്തുമ്പോൾ തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പദ്ധതികൾ തൻ്റെ നിയോജക മണ്ഡലത്തിലേക്ക് എത്തിക്കുവാൻ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന 5 വർഷക്കാലം കോട്ടയം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചും കോട്ടയം നഗരത്തെ സംബന്ധിച്ചും വികസനത്തിൻ്റെ ഒരു പുതുവസന്തമായിരിക്കും ഇവിടെ സൃഷ്ടിക്കപ്പെടുക എന്ന കാര്യത്തിലും തർക്കമില്ല. അത്തരത്തിൽ തിരുവഞ്ചൂരിൻ്റെ ഈ പ്രവർത്തനങ്ങൾ വിജയം കാണുന്നതോടുകൂടി CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കോട്ടയം എന്ന സീറ്റ് എന്നേക്കുമായി മറക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും സംജാതമാകുന്നു. കേരള നിയമസഭയിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയന്മാരിൽ ഒരാൾ എന്നതും പരിണിതപ്രജ്ഞനായിട്ടുള്ള നേതാവ് എന്ന നിലയിലും ഒരിക്കലും പ്രകോപിതനാവാത്ത നേതാവ് എന്ന നിലയിലുമാണ് സ്പീക്കർ എന്ന പദവിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയും UDFും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിയോഗിച്ചത്. സഭാ സമ്മേളനങ്ങൾ നിരവധി ദിവസങ്ങൾ പിന്നിടുമ്പോൾ താൻ ഈ പദവിയോട് ഏറ്റവും നീതി പുലർത്തുന്ന ഒരു സ്പീക്കറായി മാറും എന്ന കാര്യം തിരുവഞ്ചൂർ സ്വന്തം പ്രകടനത്തിലൂടെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിണറായി വിജയനെ അടക്കം സഭയ്ക്കുള്ളിൽ ശാന്തനാക്കിയിരുത്തുവാനും വലിയ കളികൾക്ക് അനുവദിക്കുവാതിരിക്കുവാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂരിൻ്റെ പ്രകടനങ്ങളിലെ മിന്നലാട്ടങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായിട്ടുമുണ്ട്. സാങ്കേതികമായിട്ടുള്ള ഒരു നടപടിക്രമം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരുവഞ്ചൂരിനെ ഒന്ന് പരിഹസിക്കാനിറങ്ങിയ പിണറായിക്ക് സ്പീക്കറുടെ ഡയസിൽ നിന്ന് തിരുവഞ്ചൂർ നൽകിയ മറുപടി വലിയ രീതിയിൽ അദ്ദേഹത്തിന് ക്ഷീണം സൃഷ്ടിച്ചിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഏതൊക്കെയാണെങ്കിലും കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്കൈവാക്ക് പദ്ധതി ഉയരുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന നേതാവിൻ്റെ പേര് ഒരിക്കൽ കൂടി ജനഹൃദയങ്ങളിൽ ആഴത്തിൽ കുറിക്കപ്പെടും എന്നതിലും തർക്കമില്ല. ഈ രാഷ്ട്രീയ ചിന്തകളും കോട്ടയം നഗരത്തിലെ സ്കൈവാക്ക് പദ്ധതിയുടെ ശാപമോക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.